Merchants of India. Welcome to the Merchants of India. കച്ചവടത്തിന്റെ കഥയും ചരിത്രവും നിറഞ്ഞ വഴികളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. Merchants of Indiaയുടെ ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത് നമ്മുടെ പ്രഭാതങ്ങളെ എന്നും ഉണർത്തുന്ന ഒരു കപ്പ് ചായയുടെ വഴി അന്വേഷിച്ചുകൊണ്ടാണ്. ആലങ്കാരികമായി നമ്മൾ പറയാറില്ലേ കപ്പ് ഓഫ് ടീ എന്ന്. എത്ര സിമ്പിൾ അല്ലേ? പക്ഷേ ഈ കപ്പ് ഓഫ് ടീയുടെ കഥയ്ക്ക് എത്ര പഴക്കമുണ്ടെന്ന് അറിയാമോ? ചായയുടെ രൂപവും ഉപയോഗവും ഇന്നത്തെ പോലെ ആയിരുന്നില്ലെങ്കിലും ചായക്ക് രാമായണത്തോളം പഴക്കമുണ്ട്. ഓർക്കുന്നില്ല ആ കഥ? ഹനുമാൻ മൃതസഞ്ജീവിനി അന്വേഷിച്ച് ഹിമാലയത്തിൽ പോയത്. ആ മൃതസഞ്ജീവിനി എന്ന ഔഷധമാണത്രേ ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്ന ചായ. ഇന്ത്യയിൽ ആദ്യം ചായ ഒരു ഔഷധമായിട്ടാണ് അത്ര ഉപയോഗിച്ചു വന്നിരുന്നത്. 1820 ഇന്ത്യയിൽ ആസാം ടീ പ്രൊഡക്ഷൻസ് സ്വന്തമായി ചായ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ വന്നതോടെ അതൊരു മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചൊരു മാസ് പ്രൊഡക്ഷനായി മാറുകയും ചെയ്തു. കേരളത്തിൽ ചായ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്നാർ, വാഗമൺ, വയനാട്, വാൽപ്പാറ, പീരമേഡ് എന്നീ സ്ഥലങ്ങളിലാണ്. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വാഗമണാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 1 മണിക്കൂറോളം ചുരം കയറി വേണം വാഗമൺ എത്തണമെങ്കിൽ. ഇപ്പോൾ ചുരത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. വാഗമണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റോഡരികിൽ ചെറിയ ചെറിയ ചായത്തോട്ടങ്ങൾ കാണാം. കണ്ടില്ലേ? സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന വാഗമൺ സ്കോട്ട്ലൻഡ് ഓഫ് ഏഷ്യ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ബ്രിട്ടീഷുകാർ ആദ്യം തന്നെ വാഗമൺ തെരഞ്ഞെടുത്തത് അവരുടെ ടീ പ്ലാന്റേഷന്. വാഗമൺ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് അതിന്റെ ഭംഗിയൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. കുന്നുകളും മലകളും ആണ് വാഗമണിന്റെ പ്രത്യേകത. കുന്നുകൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മൊട്ടക്കുന്ന് എന്ന് പറയുന്നതായിരിക്കും. വീടുകളുടെ ലോണിൽ പിടിപ്പിച്ചു വെച്ച പുല്ലുകൊണ്ട് പൊതിഞ്ഞ പോലെയാണ് വാഗമണിന്റെ മൊട്ടക്കുന്നുകൾ. ഈ മൊട്ടക്കുന്നുകളുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ശരിക്കും അതിന്റെ മുകളിൽ തന്നെ കയറി നോക്കണം. ഞാനിതാ ഒരു മൊട്ടക്കൊന്ന് കയറിക്കൊണ്ടിരിക്കുക. ഇതാ ഒരു കുന്നിന്റെ മേലെ എത്തി. എന്നെ പോലെ ധാരാളം സഞ്ചാരികൾ ദാ അപ്പുറത്തൊക്കെയുണ്ട്. ഇതാ കണ്ടോ, ഇതാണ് മൊട്ടക്കുന്നുകൾ. അതിന്റെയൊക്കെ നടുവിലായിട്ട് ഒരു തടാകം. എന്ത് മനോഹരമായ കാഴ്ച അല്ലേ? ഇവിടെ ഇപ്പൊ നട്ടുച്ച സമയമാണ്, എങ്കിലും വെയിലും ഇല്ല, വലിയ ചൂടും ഇല്ല. പൊതുവെ ഇവിടുത്തെ ക്ലൈമറ്റ് 23 ഡിഗ്രിക്ക് താഴെയാണ്. ഇവിടെ ഏറ്റവും ചൂടും ശരിക്കും 23 ഡിഗ്രീസിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ സഞ്ചാരികളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരാൻ അവർക്കൊരു ആകർഷണം ഫീൽ ചെയ്യുന്നത്. വാഗമണിൽ വരുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതാണ് ആ പറഞ്ഞ മനോഹരമായ സ്ഥലം, വാഗമണിലെ പൈൻ ഫോറസ്റ്റ്. ഇപ്പൊ സമയം നട്ടുച്ചയാണ്, എങ്കിലും ഇതിനകത്തേക്ക് സൂര്യപ്രകാശം കടന്നു വരികയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിനുള്ളൊരു തണുപ്പാണ്, ഒരു തണലാണ്. ഇതാ മനോഹരമായ ഒരു തേയിലത്തോട്ടം. കിളിന്തു നുള്ളുന്ന ഒരുപാട് ജോലിക്കാരെ നമുക്കിവിടെ കാണാം. ഹലോ ചേച്ചി, നോക്കട്ടെ.
ഇതിനാണ് കിളിന്ത് എന്ന് പറയുന്നത് അല്ലെ, കൊളന്ത്. ഇതാണ് കിളിന്ത് എന്ന് പറയുന്ന ടെൻഡർ ടീ ലീഫ്. ഈ 12-15 ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഈ ഇലയാണ്, ഈ കിളിന്താണ് ടീ ഫാക്ടറികൾ പ്രോസസ് ചെയ്തിട്ട് ചായപ്പൊടിയായിട്ട് അല്ലെങ്കിൽ ചായയായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഇവിടുത്തെ ജോലിക്കാർ ഇതിന് കൊളുന്ത് എന്നാ പറയുന്നത്. അത് ഈ തമിഴും മലയാളത്തിന്റെയും ഭാഷ വ്യത്യാസം മാത്രമാണ്. ഇവർ കൊളുന്ത് എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലെ ഫാക്ടറീസിലെ ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരും പറയുന്നത് കിളിന്ത്. കണ്ടോ, ആ ഫ്രഷ് ലീഫിന്റെ ഒരു പച്ച നിറം ഇതിൽ നമുക്ക് കാണാം. ടൗണിലെ ജോലിക്കാരുടെ സമയമല്ല ഇവിടുത്തെ ജോലിക്കാർ വെക്കുന്നത്. ഇവിടെ രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് ഇവരുടെ ജോലി സമയം. അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ കിളിന്ത് നുള്ളാറ് കൈകളോണ്ടാണ്. നമ്മൾ പഴയ സിനിമകളോ അല്ലെങ്കിൽ പഴയ ഈ ചായയെ കുറിച്ചുള്ള ഡോക്യുമെന്ററീസോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. കൈകളോണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് അവരുടെ സഞ്ചിയിലേക്ക് ഇടുകയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പം വികസനത്തിനോടൊപ്പം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ നുള്ളി ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ടിംഗ് ഷിയേഴ്സ് എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ എനിക്ക് അത്രയ്ക്ക് പ്രാക്ടീസ് ഇല്ല, ഈ അക്ക തന്നെ കാണിക്കും. അപ്പോൾ ഒരുപാട് നുള്ളാം കുറച്ച് സമയം കൊണ്ട്. തേയിലത്തോട്ടങ്ങൾക്കുള്ളിൽ കാറ്റാടി മരങ്ങൾക്ക് എന്താണ് റോൾ എന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്, എല്ലാവരും ചിന്തിക്കുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് വേണ്ട തണൽ നൽകുകയാണ് ഈ കാറ്റാടികളുടെ ശരിക്കുള്ള ഇവിടത്തെ ജോലി അവരുടെ എന്ന് പറയാം. തേയിലത്തോട്ടങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനും തേയില നുള്ളുന്നത് കാണാനും അതിനിടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ടൂറിസ്റ്റുകൾ എപ്പോഴും വരാറുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഉച്ച സമയമായി ഇവര് ശേഖരിച്ച കിളിന്തും അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ കൊളുന്തുമായി ഫാക്ടറികളിലേക്ക് പോവുകയാണ്. ഇത് ഈ ചാക്ക് നിറയെ ഇപ്പൊ ആയി. ഓക്കെ, നമുക്കും പോകാം. ചാക്കുകൾ ശേഖരിച്ച കിളിന്ത് വെറുതെ ഈ വണ്ടിയിലേക്ക് ഇടുകയാണ്. ഇവിടെ നിന്നാണ് നേരെ ഫാക്ടറികളിലേക്ക് പോകുന്നത് അല്ലേ. ഓരോരുത്തരും എത്ര ചാക്ക് വീതം എന്ന് അവിടെ ഒരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അതാണ് ഇവരുടെ അതാത് ദിവസത്തെ ജോലിയുടെ കണക്ക്. ഹലോ, ഐ എം ഫൈൻ, താങ്ക് യു. തൂക്കി നോക്കിയിട്ടാണ് ഇവിടെ എഴുതി വെക്കുന്നത് ഓരോരുത്തരും എത്ര കൊളുന്ത് അല്ലെങ്കിൽ കിളിന്ത് നുള്ളിയിട്ടുണ്ട് എന്ന്. ആ കാണുന്ന ഫാക്ടറിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തേയിലത്തോട്ടങ്ങളുടെ പരിസരത്തുള്ള തേയില ഫാക്ടറികൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ നിന്നും വരുന്ന സ്ട്രോങ് ആയ ടീയുടെ സ്മെല്ലാണ് അതിന് കാരണം. നമുക്ക് ഫാക്ടറി ഒന്ന് പോയിട്ട് കാണാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് ടീ ഫാക്ടറി പുറത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് വേ ബ്രിഡ്ജ്. നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ട കിളിന്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് തൂക്കുന്നത്. അതിന്റെ തൂക്കം അകത്തുള്ള കമ്പ്യൂട്ടറിൽ രജിസ്റ്റേർഡ് ആവും. 5 കിലോ കിളിന്തിൽ നിന്നും 1 കിലോ തേയിലയാണ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ 5 കിലോസ് കിളിന്ത് അല്ലെങ്കിൽ ആ ഇളം ചെടിയുടെ ഇല നിന്നും കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആയി നമ്മൾ കുടിക്കുന്ന ചായപ്പൊടി അല്ലെങ്കിൽ കുടിക്കുന്ന ചായയുടെ പൊടി 1 കിലോ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. തൂക്കം നോക്കിക്കഴിഞ്ഞ കിളിന്തിന്റെ ചാക്കുകളാണിത്. ഇനി ഇത് നേരെ പോണത് ഈ ലിഫ്റ്റിലേക്കാണ്. ഫാക്ടറിയിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഇനി ടീയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് നീങ്ങാം. ഫസ്റ്റ് ഫ്ലോറിലാണ് അതിന്റെ സ്റ്റാർട്ടിങ്. വരും. താഴെ നിന്ന് ലിഫ്റ്റിലേക്ക് കയറ്റിയ കിളിന്തിന്റെ ചാക്കുകളാണ് ഈ കാണുന്നത്. ഇതിപ്പോ 1ാമത്തെ നിലയിലേക്ക് എത്തി. ഇവിടെ നേരെ ഇത് പോകുന്നത് വെതറിംഗ് ട്രപ്പിലേക്ക്. ഈ കിളിന്തിനൊക്കെ ഒരു ചെറിയ നനവുണ്ട്. പുറത്തുള്ള മഴ കാരണവും മഞ്ഞ് കാരണവും ഒക്കെ ഒരു നനവുള്ള കിളിന്താണ് ഇവിടെ എത്തുന്നത്. അത് ഉണക്കാനാണ് വെതറിംഗ് ട്രപ്പിലേക്ക് ഇത് ഇടുന്നത്. ഇതാണ് വെതറിംഗ് ട്രപ്പ്.
താഴെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് വരുന്ന കിളിന്ത് ഇവിടെയാണ് എത്തിപ്പെടുന്നത്. നനഞ്ഞു വരുന്ന കിളിന്ത് ഈ വെതറിംഗ് ട്രപ്പിലൂടെയാണ് ഉണക്കിയെടുക്കുന്നത്. 8 മുതൽ 12 മണിക്കൂർ വരെ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ ഈ നനഞ്ഞ കിളിന്തെല്ലാം ഉണങ്ങി അടുത്ത സ്റ്റേജിലേക്ക് റെഡിയാവും. താഴെ നിന്ന് വീശുന്ന ശക്തമായ കാറ്റാണ് ഈ കിളിന്ത് ഉണക്കിയെടുക്കുന്നത്. വെതറിംഗ് ട്രപ്പിലൂടെ ഉണക്കിയെടുത്ത കിളിന്താണിത്. ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ലീഫ് ഷട്ടർ. വെതറിംഗ് ട്രപ്പിലൂടെ ഉണങ്ങി വരുന്ന കിളിന്ത് ഈ ലീഫ് ഷട്ടറിലൂടെ അടുത്ത സ്റ്റേജ് ആയ ലീഫ് കട്ടിംഗില് അല്ലെങ്കിൽ കട്ടറിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ കണ്ടത് തേയിലത്തോട്ടത്തിൽ നിന്ന് വന്ന കിളിന്തിന്റെ ക്ലീനിങ്ങും ഡ്രൈയിങ്ങും ഒക്കെയാണ്. ഇനി ഇതിൽ നിന്നാണ് ഇത് യഥാർത്ഥ പ്രോസസ്സായ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലേക്ക് നീങ്ങുന്നത്. അത് നടക്കുന്ന താഴെയാണ്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. വരും. ലീഫ് കട്ടറിൽ ഇടുന്ന കിളിന്ത് റോട്ടർ വാനിലൂടെ ഈ ഒരു ഫോമിലാണ് ഇവിടെ എത്തുന്നത്. ഇപ്പൊ ഇത് ലീഫും അല്ല ഡസ്റ്റും അല്ല എന്നൊരു അവസ്ഥയിലാണ്. ചെറിയ നനവുണ്ട്. അത് ലീഫ് പൊടിയുമ്പോൾ ആ നനവ് ഇതിന് കാണാം നമുക്ക്. റോട്ടർ വാനിലൂടെ കടന്നു വന്ന തേയില വീണ്ടും 5 സ്റ്റേജസ് ഓഫ് കട്ടിങ്ങിലൂടെ കടന്നു പോകേണ്ടതാണ്. അതാണ് ഈ CTC റോളേഴ്സ്. ഈ ഇതുപോലത്തെ CTC റോളേഴ്സ് ഇതിലൂടെ 5 എണ്ണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ സ്റ്റേജിലും അതിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക വീണ്ടും വീണ്ടും കൂടുതൽ പൊടിയായിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും നമ്മൾ ആദ്യം കണ്ട തേയില. അപ്പൊ വീണ്ടും മിനുസായി, ഒന്നും കൂടെ മിനുസായി. ഇതാണ് ഫെർമെന്റേഷൻ ഡ്രം. CTC റോളറിലൂടെ കടന്നു വരുന്ന തേയില ഈ ഫെർമെന്റേഷൻ ഡ്രമ്മിലൂടെ 1/2 മണിക്കൂർ കറക്കപ്പെടും. അതിനുള്ളിൽ അതിന്റെ ടേസ്റ്റ്, നിറം, ഫ്ലേവർ, അതേപോലെ അതിന്റെ കടുപ്പം എല്ലാം ഇതിനുള്ളിലാണ് ഫോം ചെയ്യുന്നത്. നിറം, ടേസ്റ്റ് ആൻഡ് കടുപ്പം. ഏതൊരു മെഷീനറി ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നൊരു ചൂട് പുറത്തേക്ക് വരാറുണ്ട്. സാധാരണ ഫാക്ടറികൾക്ക് അതൊരു പ്രശ്നമല്ലെങ്കിലും തേയില ഫാക്ടറിക്ക് അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. കാരണം തേയിലയുടെ പൊടി അതല്ലെങ്കിൽ തേയില ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ വാട്ടർ സ്പ്രേ മെഷീൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എപ്പോഴും തണുത്ത വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഈ റൂമിനെ അങ്ങ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ തേയിലയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം നിലനിർത്താൻ പറ്റുന്നത്. 2 സ്റ്റേജ് CTC റോളറിന്റെ കട്ടിങ്ങിന് ശേഷം ഫെർമെന്റേഷൻ ഡ്രമ്മിൽ എത്തിയ തേയില 1/2 മണിക്കൂർ കറങ്ങിയതിനു ശേഷം വീണ്ടും അടുത്ത 3 സ്റ്റേജസ്, അടുത്ത 3 CTC റോളറിന്റെ കട്ടിംഗ് സ്റ്റേജസിലേക്ക് എത്തും. 3, 4, 5 അഞ്ചാമത്തെ CTC റോളറിന്റെ കട്ടിങ്ങിലൂടെ കട്ടിങ് അവസാനിക്കുകയാണ്. ഇവിടെ നേരെ പോകുന്നത് വീണ്ടും അടുത്ത ഫെർമെന്റേഷൻ ഡ്രമ്മിലേക്കാണ്. കൂടുതൽ കടുപ്പം, കൂടുതൽ രുചി, കൂടുതൽ നിറം. രണ്ടാമത്തെ ഫെർമെന്റേഷൻ കഴിഞ്ഞെത്തുന്ന തേയില നേരെ പോകുന്നത് ഡ്രയറിലേക്കാണ്. ആ ഡ്രയറിലേക്ക് വേണ്ട തീ കൊടുക്കുന്നത് ഈ ഹീറ്ററിൽ നിന്നാണ്. ഇവിടെ 250 ഡിഗ്രി സെൽഷ്യസിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ടു ദ ഡ്രയർ. രണ്ടാമത്തെ ഫെർമെന്റേഷൻ ഡ്രമ്മിൽ നിന്ന് വന്ന തേയിലപ്പൊടിയാണ് ആ കാണുന്നത്. അത് നേരെ പോകുന്നത് ഈ ഡ്രയറിലേക്കാണ്. ഈ ഡ്രയറിൽ നിന്നാണ് അത് ശരിക്കും ചൂടാക്കി ഉണക്കിയെടുക്കുന്നത്. ഡ്രയറിന്റെ താഴെ നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ നെറ്റിന്റെ അടിയിലാണ് അപ്പുറത്തെ ഹീറ്ററിൽ നിന്ന് വരുന്ന ചൂടായ കാറ്റ് അല്ലെങ്കിൽ ചൂടുള്ള ആ തീന്റെ ചൂട് മുഴുവൻ വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഇതിന്റെ ചൂടിലാണ് ഡ്രയറിൽ എത്തുന്ന തേയില ഉണങ്ങുന്നത്. ഡ്രയറിലൂടെ ഉണക്കി വറുത്തെടുത്ത ചായപ്പൊടിയാണ് ഇപ്പൊ ഇവിടെ എത്തുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയുടെ ഒരുവിധം രൂപത്തിലായിരിക്കുന്നു ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയുടെ രൂപത്തിലായി വരുന്നിരിക്കുന്നു. ഇവിടെ നേരെ പോകുന്നത് ഗ്രേഡിങ്ങിനാണ്. ഇവിടെയാണ് ഗ്രേഡിംഗ്
നടക്കുന്നത്. അവിടെ ലീഫ് ഗ്രേഡും ഇവിടെ ഡസ്റ്റ് ഗ്രേഡും. ലീഫ് ഗ്രേഡിലും ഡസ്റ്റ് ഗ്രേഡിലും വ്യത്യാസം എന്ന് വെച്ചാൽ ലീഫ് ഫോമിൽ വരുന്ന ടീ ലീഫാണ് അവിടെ ഗ്രേഡ് ചെയ്യപ്പെടുന്നത്. ഡസ്റ്റ് ഫോമിൽ വരുന്ന ടീ ഡസ്റ്റ് ആണ് ഇവിടെ ഗ്രേഡ് ചെയ്യപ്പെടുന്നത്. ഏറ്റവും ചെറിയ ഡസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ലീഫ് ഫസ്റ്റ് സ്റ്റേജിലും അങ്ങനെ 5 തരത്തിൽ 1, 2, 3, 4, 5 5 തരത്തിലുള്ള ഗ്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും ചെറുത് ഇവിടെയും ഏറ്റവും വലിയ സൈസ് ഏറ്റവും അവിടെ ലാസ്റ്റിലും. ഫസ്റ്റ് സൈസ്, സെക്കൻഡ് സൈസ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഇതാണ് ഏറ്റവും ഫൈൻ ആയിരിക്കുന്ന ടീ ഡസ്റ്റ്. ഇവിടെയാണ് ലീഫ് ഗ്രേഡിംഗ് നടത്തുന്നത്. ഏറ്റവും വലിയ സൈസായ ഒരു തരം കുരുമുളകിന്റെ സൈസിലോളം അത്രത്തോളം വലുപ്പമുള്ള പെക്ക എന്ന ഗ്രേഡാണ് ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും ബിഗസ്റ്റ് ഗ്രെയിൻ്റെ സൈസ്, ലീഫിന്റെ സൈസ്. അത് മുതൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും ചെറിയ ഏറ്റവും ഫൈനസ്റ്റ് ലീഫായ ഇതാണ് ഒറിജിനൽ ഫ്രഷ് ടീ. ഇത് അറിയണമെങ്കിൽ ഒരു ചായ ഫാക്ടറിയിൽ തന്നെ വരണം. ചൂടോടെ വറുത്ത് വരുന്ന ചായപ്പൊടിക്ക് മുന്നിൽ ഒന്നിന് പിറകായ ഒന്ന് ചായ കുടിക്കുന്ന ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതാണ് വിനോവർ. ഇതിന് പിന്നിൽ ഒരു ഫാൻ ഉണ്ട്, അകത്തേക്ക് കാറ്റ് വലിച്ചെടുക്കുന്ന ഒരു ഫാൻ. ഈ പൊടി വീഴുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള അനാവശ്യമായ ഫൈബർ, ആവശ്യമില്ലാത്ത ഫൈബറും പൊടിയും ഡസ്റ്റും ഒക്കെ ആ ഫാൻ വലിച്ചെടുത്ത് നല്ല പൊടി മാത്രം വീണ് ഈ ചാക്കിൽ കളക്റ്റഡ് ആവും. ആവശ്യമില്ലാത്തതൊക്കെ ഫാൻ വലിച്ചെടുക്കും. ഇതാണ് ഫൈബ്രോമാറ്റ്. വിനോറിൽ നിന്നും കളക്ട് ചെയ്യുന്ന പൊടി വീണ്ടും അവസാനത്തെ ക്ലീനിങ്, ഫൈനൽ ക്ലീനിങ്ങിനായിട്ട് ഈ ഫൈബ്രോമാറ്റിലേക്കാണ് എത്തുന്നത്. ഇവിടെ വീണ്ടും ആ ക്ലീനിങ് പ്രോസസ്സിലൂടെ നല്ല പൊടി ഇവിടെ കളക്റ്റഡ് ആവുന്നു. ആവശ്യമില്ലാത്ത പൊടിയും ഡസ്റ്റും ഒക്കെ ഇവിടെ ബാക്കിൽ ഒരു ചാക്കിൽ വേറെ വേസ്റ്റ് ആയിട്ട് പോകുന്നു. ഇതാണ് ഫൈനൽ സ്റ്റേജ്, നമ്മുടെയൊക്കെ വീട്ടിലെത്തുന്ന ചായപ്പൊടി. ഫൈബ്രോമാറ്റിലൂടെ ഫൈനൽ ക്ലീനിങ് കഴിഞ്ഞ പൊടി നേരെ എത്തുന്നത് പാക്കിംഗ് സെക്ഷനിലേക്കാണ്. ഇങ്ങനെയാണ് ഒരു ടീ ലീഫിൽ നിന്നും നമ്മുടെയൊക്കെ കയ്യിലെത്തുന്ന ടീയുടെ സൈക്കിൾ പൂർണ്ണമാകുന്നത്. ഇത്രയുമാണ് ടീ മാനുഫാക്ചറിംഗ് പ്രോസസ്. ഈ ടീന്റെ വ്യത്യസ്തമായ ഫ്ലേവേഴ്സ് അറിയാൻ നമുക്ക് മാർക്കറ്റിൽ വരെ പോകാം. ഇതാണ് വാഗമൺ ടൗൺ. ടൗൺ എന്നോ ഗ്രാമം എന്നോ പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു കൊച്ചു കൊച്ചു കടകളൊക്കെയുള്ള ഒരു ടൗൺ. സത്യത്തിൽ തമിഴ്നാട്ടിലെ ഒരു തെരുവ് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ് ഇത്. വാഗമണിലെ ഈ കൊച്ചു കമ്പോളത്തിലെ കൊച്ചു കൊച്ചു കടകളിലാണ് സത്യത്തിൽ ഈ നാട്ടിലെ ലോക്കൽ ചായ വിൽക്കപ്പെടുന്നത്. അതും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ 2-3 ഫ്ലേവേഴ്സ് അല്ലേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ലെമൺ ടീ, മിന്റ് ടീ, മസാല ടീ, ജിഞ്ചർ ടീ, വാനില ടീ, ചോക്ലേറ്റ് ടീ, കാർഡമം ടീ, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ്. ഇത് വേറൊരു ചായക്കടയാണ് നമ്മുടെ ഈ വാഗമണിലെ കമ്പോളത്തിലെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഓർഗാനിക് ഫുഡിനോട് എല്ലാവർക്കും കമ്പം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ടീയിലുമുണ്ട് ഓർഗാനിക് ടീ, ഓർഗാനിക് ബ്ലാക്ക് ടീ ഉണ്ട്, ഓർഗാനിക് ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ ലീഫ് ടീ. ഇത് ഒരു നുള്ളു നമ്മുടെ ചായയിലിട്ടാൽ മതി, നല്ല ലൈറ്റ് ആയിട്ട് അതേ സമയത്ത് കമർപ്പില്ലാത്ത നല്ല ചായ കിട്ടും. പിന്നെ വാഗമണിൽ വന്ന ഒരു തെളിവായിട്ട് അല്ലെങ്കിൽ വാഗമണിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നൊരു ചായ ഉണ്ട്. അതാണ് വാഗമൺ ടീ. ഈ വാഗമൺ ടീയിലും ഉണ്ട് ലൈറ്റ് ടീ ഉണ്ട്, സ്ട്രോങ് ടീ ഉണ്ട്. പക്ഷെ ചായയുടെ റാണി എന്നും നമ്മുടെ ഗ്രീൻ ടീ തന്നെയായിരുന്നു, അതിന് സംശയം വേണ്ട. ടീയിലെ റാണി ഗ്രീൻ ടീ ആണെങ്കിൽ ടീയിലെ രാജാവ് വൈറ്റ് ടീ ആണ്. ഇത് ആദ്യമായിട്ടാണ് ഞാനും കാണുന്നതും കേൾക്കുന്നതും. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ടീ ഉണ്ടെന്ന്. പക്ഷെ ഇതിന്റെ വില നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. 1 കിലോന് 10,000 റുപ്പീസ് വരെ വില വരും. അതുപോലെ തന്നെ ഇവിടെ വാഗമണിൽ മാത്രം ലഭിക്കുന്ന ചില ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ട് ചായയുടെ. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ആയിട്ട് ചെറിയ ചെറിയ ചായ കമ്പനികൾ ഇറക്കുന്ന അവരുടേതായ പേരിൽ ഇറക്കുന്ന ചായപ്പൊടികളായിരിക്കും. ടീ പ്രൊഡക്ഷനിൽ ഇന്ത്യ 1ാം നിരയിലാണെങ്കിലും ടീ എക്സ്പോർട്ടിംഗിൽ ഇന്ത്യ 4ാം സ്ഥാനത്തിലാണ്. അതിന് കാരണമുണ്ട്.
കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. ചായയെ കുറിച്ച് പറയുമ്പോൾ ചായ കപ്പുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയണം. ചായയേക്കാൾ മനോഹരമായ കപ്സ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിലൊരു ചെറിയ സെലക്ഷൻ ഇവിടെയുണ്ട്. ഒരു കപ്പ് ചായക്കും ചുണ്ടിനും ഇടയിൽ ഇത്രയും നീണ്ടൊരു കഥയും കാലവും ആവി പറക്കുന്നുണ്ടെന്ന് ഇനി ഓരോ കപ്പ് ചായ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം.